എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലിയോസ് പാരഡൈസ്. ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ്. നമുക്കിന്ന് ചിക്പേട്ട് മാർക്കറ്റ് വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെയും കൂടി ചിക്പേട്ട് മാർക്കറ്റ് കാണിക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ 3-4 മണിയായപ്പോൾ ഇറങ്ങി. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, സൺഡേ ആയതുകൊണ്ട്. നമുക്ക് പാർക്കിംഗ് ഇതാണ്ട് അതുപോലെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലത്തെ സ്ഥലത്തൊക്കെ പോയി നോക്കിയപ്പോൾ മേലെ ഒരു ടെറസിൻ്റെ മേലെയാണ് പാർക്കിങ്. ടെറസിൻ്റെ മേലെന്ന് വെച്ചാൽ ഫുൾ എന്താ പറയുക, അവിടെ വരെ കംപ്ലീറ്റ് ഫുൾ പാർക്കിങ് പാക്ഡ് ആയിരുന്നു. അതുപോലെ 5-ാമത്തെ നിലയിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് കാറ്. അങ്ങനെ കാറ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് താഴെ ഇറങ്ങി ഈ ബിൽഡിങ്ങിൻ്റെ മേലെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. താഴെ ഇറങ്ങി നമ്മൾ മെല്ലെ നടക്കാൻ തുടങ്ങി. കാരണം കാർ ഉള്ളിൽ വരെ പോവില്ല. കാരണം ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും പോകാൻ വേണ്ടിയിട്ട്. 1 കിലോമീറ്റർ നമുക്ക് നടക്കണം ഇനി. അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചയും കാണിച്ചു തരാം. അങ്ങനെ നടക്കാൻ വിചാരിച്ചു. ഇതുപോലത്തെ ഷാൻഡ്ലിയർസ്, ഇലക്ട്രോണിക് ഐറ്റംസ്, ഈ വീട് പണിയൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് സാധനം വാങ്ങുന്നതായിരിക്കും ഏറ്റവും ഭേദം. ഒരു 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് എവിടെയാണെങ്കിലും അത്ര അടുത്തുള്ള ഡിസ്റ്റൻസാണ്. എന്ത് സാധനവും നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് കിട്ടും. ഈ ബാഗ്സ്, എന്താ പറയുക, ഷൂസ്, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. സ്റ്റേഷനറി, അതുപോലെ ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റേഷനറിയും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് സാധനം എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഡിസ്പോസിബിൾ പ്ലേറ്റ്സ്, പാർട്ടിയുടെ സാധനങ്ങൾ, പോപ്പേഴ്സ്, ടോയ്സ് എല്ലാം. നമുക്കിങ്ങനെ എത്തേണ്ട സ്ഥലത്തെത്തി നമ്മൾ. ഭരത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഇവിടെ ഇതുപോലത്തെ ഒരു ലൈന് നമ്മൾ നോർമൽ ലോക്കൽ ഒരു കടയിൽ പോയി ചോദിച്ചപ്പോൾ 130 രൂപ 120 രൂപയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അതേ സാധനത്തിന് വെറും 30 രൂപ. അത് നമ്മൾ കുറച്ചുകൂടി ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ഒരു വില കുറച്ച് തന്നു. ഇതുപോലെ ഇങ്ങനൊരു ലോഗോ നിങ്ങൾ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ടാകും ബാംഗ്ലൂരുള്ളവർ. ഇത് ഇവരുടെ സ്വന്തം ബ്രാൻഡാണ്. അതുപോലെ ബീഡ്സ്, ഇയറിങ്സ് ഉണ്ടാക്കുന്നത്, ആർട്ട്, ക്രാഫ്റ്റ്, അതുപോലെ സാരി, ഡ്രസ്സിന് വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും ഇവിടെ വിലക്കുറവാണ്. പക്ഷെ കുറച്ച് ടൈം എടുത്ത് വന്ന് തിരഞ്ഞ് പോകേണ്ടി വരുമെന്ന് മാത്രം. അപ്പോൾ ഇതുപോലത്തെ പല കളേഴ്സ് അവൈലബിൾ ആണ്. സോളിഡ് കളേഴ്സ്, പേസ്റ്റൽ കളേഴ്സ്. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി പേസ്റ്റൽ കളേഴ്സ് നോക്കുന്നത്, ഇതുപോലത്തെ കളേഴ്സ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചു. ഇതാണ്, ഈ കളേഴ്സൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസിൽ പേഴ്സ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ഈ മുത്ത് വെച്ചിട്ടുള്ള പേഴ്സ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് വാങ്ങി നമ്മൾ പുറത്തിറങ്ങി. ഇതുപോലെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് വന്ന് ഒരു 4-5 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതുപോലത്തെ മോതിരങ്ങളും കമ്മലൊക്കെ പുറത്ത് നമ്മൾ ഒരു 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ 50 രൂപ 30 രൂപയ്ക്കൊക്കെയാണ് കിട്ടുന്നത്. അതുപോലത്തെ സാധനങ്ങളെടുത്ത്, അതുപോലെ തന്നെ സാരി, ചെറിയ സാധനങ്ങൾ മുതൽ വലിയ സാധനങ്ങൾ വരെ ഇവിടെ കിട്ടും. എല്ലാം വില കുറച്ചിൽ, പകുതിക്ക് പകുതി വില. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ നമ്മുടെ കുട്ടൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന, രാത്രിയായി, ഒറ്റയ്ക്ക് നിൽക്കുന്ന. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ഈ കോൺ കഴിക്കണം എന്ന് തോന്നി. ഈ അതിൻ്റെ അടുത്ത് സ്കൂൾ ടൈം മുതൽ പോകുന്നതാണ്. ഇവിടെ എന്താ വെച്ചാൽ നോർമൽ കോണേ കിട്ടുള്ളൂ, സ്വീറ്റ് കോണല്ല. അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തിയപ്പോൾ കായറക്കൂട്ടൻ എവിടെ പോയി എന്താണൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവനോടൊപ്പം നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന. അപ്പോൾ അവനിതാ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്ത് അപ്രൂവൽ റെഡിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ അവന് ഈ മുത്തും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു അവന്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മൾ ആ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന കവറിൻ്റെ ഉള്ളിലാണ് ഇരിപ്പ്. ഇപ്പോൾ കവറിൻ്റെ ഉള്ളിലിരുന്ന് അവന് ഫുൾ കളിയാണ്. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് കാണുന്നത് വരെ ഗുഡ് ബൈ.